CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. അതിലേക്ക് കോർപ്പറേറ്റുകൾ എന്ത് ആഗ്രഹിക്കുന്നു അത് അതേപടി നടപ്പിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത്. 10 ലക്ഷം കോടി കോർപ്പറേറ്റുകളുടെ കടം BJP ഗവൺമെൻറ് എഴുതി തള്ളി. കോർപ്പറേറ്റുകൾക്കുള്ള നികുതി 8% കുറച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ നികുതി കേന്ദ്ര ഗവൺമെൻറ് കുറച്ചിട്ടുണ്ടോ? കോർപ്പറേറ്റുകളുടെ നികുതി കുറച്ചു കൊടുക്കുന്നു. കുത്തക മുതലാളിമാർക്ക് കൊടുക്കേണ്ടുന്ന കടം എഴുതി തള്ളുന്നു. കർഷകരുടെ കടം എഴുതി തള്ളാൻ BJP ഗവൺമെൻറ് തയ്യാറല്ല. മത്സ്യത്തൊഴിലാളികളുടെ കടം എഴുതി തള്ളാനും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ 75% കൈയടക്കി വച്ചിട്ടുള്ളത് 10% വരുന്ന ധനിക വർഗമാണ്. എന്നാൽ 65% വരുന്ന സാധാരണക്കാരുടെ കൈവശം ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ 5% മാത്രമേ ഉള്ളൂ. സാമ്പത്തിക അസമത്വം BJP ഭരണത്തിൽ വർദ്ധിച്ചു. 2016 ശേഷം അംബാനി അവരുടെ നിക്ഷേപം സമ്പാദ്യം 350% വർദ്ധിച്ചിരിക്കുന്നത്. ഗൗതം അദാനി 4 കൊല്ലം കൊണ്ട് അദാനിയുടെ സമ്പത്ത് 750% വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് ഗൗതം അദാനിയുടെ മൊത്തം സമ്പത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് 506 ലക്ഷം കോടി രൂപയാണ്. 4 കൊല്ലം കൊണ്ടുണ്ടായ വമ്പിച്ചൊരു വളർച്ചയാണ്. കോർപ്പറേറ്റുകൾക്ക് BJP ഭരണത്തിൽ അവരുടെ പറുദീസയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വിശപ്പുള്ളവരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ലോകത്തിലെ ദരിദ്രരിൽ 60% ഇന്ത്യയിലാണ്. ജനങ്ങൾക്ക് ഇത്തരം സ്ഥിതിഗതികളിൽ നിന്ന് ആശ്വാസം കൊടുക്കുന്നതിന് പകരം ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് BJP ഗവൺമെൻറ് ചെയ്യുന്നത്. അതാണ് പെട്രോൾ, ഡീസൽ, പാചകവാതകം ദിവസേന വില വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം ഇന്ന് ചെന്നെത്തി. NREG ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഓരോ വർഷവും കുറച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സമ്പത്ത് തന്നെ കൊള്ളയടിക്കപ്പെടാൻ ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ ആണ് പൊതുവിൽപ്പനയിലൂടെ സമാഹരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്ത് വിറ്റ് 6 ലക്ഷം കോടി രൂപ സമ്പാദിക്കും. അത് സർക്കാരിൻ്റെ ഭൂമി വിൽക്കുക, റെയിൽവേ ട്രാക്കുകൾ വിൽക്കുക, റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു, എയർപോർട്ടുകൾ വിൽപ്പനക്ക്, സീപോർട്ടുകൾ വിൽപ്പനക്ക്, ഫ്യൂയൽ പൈപ്പ് ലൈൻ വിൽപ്പനക്ക്. ഇതാണ് BJP ഭരണത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ എങ്ങനെയാണ് അനുവദിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷിക മേഖല കോർപ്പറേറ്റ് കൊടുക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത്. കൃഷിഭൂമി കൃഷിക്കാരന് എന്നുള്ളത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർത്തിയ മുദ്രാവാക്യവും കൃഷിക്കാരെ ഏറ്റവും ആകർഷിച്ചൊരു മുദ്രാവാക്യവുമാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കാലമായിട്ടും അത് നടപ്പാക്കപ്പെട്ടില്ല. ഈ കൃഷിഭൂമി കൈവശമുള്ള കൃഷിക്കാരനെ അവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തി കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് നൽകാനായിരുന്നു കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്തത്. അതിനെതിരായി രാജ്യം കണ്ട ഉജ്ജ്വലമായ സമരം, കർഷകരുടെ യോജിച്ച പോരാട്ടം, അതിൽ മറ്റ് ജനവിഭാഗം നൽകിയ പിന്തുണ BJP ഗവൺമെൻറ്റിന് ആ നിയമം റദ്ദാക്കേണ്ടി വന്നു. BJP ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ നിയമം പിൻവലിക്കാൻ BJP ഗവൺമെൻറ് നിർബന്ധിതമായ സംഭവം. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുകയാണ്.
മുതലാളിമാർക്ക് ഇഷ്ടം പോലെ തൊഴിലാളികളെ പിരിച്ചുവിടാം, തോന്നുന്ന കൂലി കൊടുത്താൽ മതി. തൊഴിൽ സ്ഥിരതയില്ലാതാക്കുന്നു. രാജ്യത്തിലെ തൊഴിലാളികളെയെല്ലാം തന്നെ കോൺട്രാക്ട് തൊഴിലാളികളാക്കി മാറ്റാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം നിലപാടുകളെ എതിർക്കുന്നവരെ അടിച്ചമർത്തുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. പാർലമെൻറ്റിൽ ശബ്ദിച്ചാൽ പാർലമെൻറ്റിലെ എം പിമാരെ സസ്പെൻഡ് ചെയ്യുക. അതാണ് നമ്മുടെ സഖാവ് എളമരങ്കരി ഉൾപ്പെടെയുള്ള 12 എം പിമാരെ പാർലമെൻറ്റിനെ സസ്പെൻഡ് ചെയ്ത സംഭവം ഇന്ന് രാജ്യത്താകെ അറിയാം. എതിർ ശബ്ദം പാടില്ല. ഇതാണ് BJP ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പാർലമെൻറ്റിൽ പോലും എതിർ ശബ്ദം അനുവദിക്കില്ല. ഒരു അമിതാധികാര ഭരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റിയിരിക്കുകയാണ് BJP. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഓരോരാളുകൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ സർക്കാർ എല്ലാവരുടെയും നിരീക്ഷണ വലയത്തിലാക്കിയിരിക്കുകയാണ്. 83 കോടി ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതുവഴി എല്ലാവരുടെയും വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നു. ഇസ്രായേലിൻ്റെ പെഗാസസ് വഴി വിവരം ചോർത്തിയെടുത്ത കാര്യം രാജ്യത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ കരുനിയമങ്ങൾ ഉപയോഗിക്കുന്നു. രാജ്യരക്ഷാ വകുപ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്ന നിയമം സമരം ചെയ്യുന്നവർക്ക് നേരെ പ്രയോഗിക്കുന്നു. UAPA കേസുകൾ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. UAPA കേസുകൾ ചാർജ് ചെയ്യുന്നതിൽ 72% രാജ്യത്തുണ്ടായ വർധനവ്. അതിൽ 2% കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. കേന്ദ്ര ഏജൻസികളെ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ ഇംഗിതത്തിന് പ്രവർത്തിക്കുന്ന ഏജൻസികളാക്കി മാറ്റി. EDയുടെയും CBIയുടെയും തലവന്മാർക്ക് 2 വർഷക്കാലമായിരുന്നു കാലാവധി. അത് 5 വർഷമാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി. ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ രാജ്യത്തുണ്ടാക്കുന്നു. ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ സ്വഭാവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റ് നടപടികൾ പ്രഹസനമാക്കിയിരിക്കുന്നു. ഫെഡറൽ സിസ്റ്റം തകർക്കുന്നു. ഭരണഘടന പ്രകാരം കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടതും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതും സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതുമായ വിഷയങ്ങളുണ്ട്. അത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിലും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിലും കേന്ദ്രം ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് ഫെഡറൽ ഘടന തകർക്കുകയാണ്. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനത്തിൽ കേന്ദ്രം കൈകടത്തിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിഷയങ്ങളിലും കേന്ദ്രം ഇന്ന് ഇടപെടുകയാണ്. അതിൻ്റെ ഭാഗമാണ് സഹകരണ മേഖലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നിയമം. അതിനുവേണ്ടി കേന്ദ്രത്തിലൊരു പ്രത്യേകമായ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. പൂർണ്ണമായി സ്റ്റേറ്റ് സബ്ജക്റ്റിൽ കയറി കേന്ദ്രം നടത്തിയിട്ടുള്ള ഇടപെടലാണ്. കാർഷിക നിയമ ഭേദഗതികളും കൊണ്ടുവന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണുള്ളത്. സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇന്ന് സംവിധാനമില്ല. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വർഗീയ
കോർപ്പറേറ്റ് കൂട്ടുകെട്ട് ഇവിടെ ശക്തിപ്പെട്ടു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹരിദ്വാറിൽ ഒരു ഹിന്ദു പാർലമെൻറ്റ് ചേർന്നു. ആ പാർലമെൻറ്റിൽ ചെയ്ത ആഹ്വാനം മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്നതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരാൾ ആഹ്വാനം ചെയ്തതുപോലെയല്ല ഹരിദ്വാറിലെ ഹിന്ദു പാർലമെൻറ്റിൻ്റെ ആഹ്വാനം. അവിടെ അവർ പറഞ്ഞത് മിലിട്ടറിയിലുള്ളവർ, പോലീസിലുള്ളവർ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളാകെ ചേർന്ന് മുസ്ലിമുകളെ വംശഹത്യ ചെയ്യണം, മുസ്ലിമുകളെ ഉന്മൂലനം ചെയ്യണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് ഒരു സമ്മേളനത്തിൽ. മതനിരപേക്ഷത അംഗീകരിച്ച ഭരണഘടനയുടെ ഈ രാജ്യത്ത് ഒരു കേസ് പോലും ചാർജ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല. നിരവധി അഭിഭാഷകന്മാർ സുപ്രീം കോടതി കത്തയച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന്. ഇത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നടക്കുന്ന നീക്കങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 12 സംസ്ഥാനങ്ങളിൽ മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ സഭകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുകയുണ്ടായി. 12 സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം. ഇതിൽ ഹരിയാനയിലെ അംബാല, അവിടെ ക്രിസ്തുവിൻ്റെ പ്രതിമ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ചൊരു പ്രതിമയാണ്. ആ പ്രതിമ തകർത്തത് പട്ടാളക്കാർ അധിവസിക്കുന്ന കണ്ടോൺമെൻറ്റ് പ്രദേശത്താണ് ആ പള്ളി. അവിടെ കയറിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഹിന്ദുക്കളെ പങ്കെടുപ്പിച്ചു എന്നതാണ് ചില സ്ഥലത്ത് RSSകാർ പ്രകോപിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഒറ്റ ദിവസം കൊണ്ടാണ് ഇല്ലാതായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ വരുന്നു, അദ്ദേഹത്തിൻ്റെ കീശയിൽ വെച്ചൊരു കടലാസ് എടുത്ത് വായിക്കുന്നു. അതോടുകൂടി ഒരു സംസ്ഥാനം ഇല്ലാതായി. എന്തുകൊണ്ട് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് ഇല്ലാതാക്കി? മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാനം വേണ്ട എന്ന RSS തീരുമാനമാണ് ആ സംസ്ഥാനത്തെ ഇല്ലാതാക്കി വിഭജിച്ച് മാറ്റിയെടുത്തത്. പൗരത്വ നിയമം രാജ്യത്ത് കൊണ്ടുവന്നു. മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം കൊടുക്കുന്ന അവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം കൊടുക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് മതനിരപേക്ഷത? കോഴിക്കോട് CPIM ജില്ലാ സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് പതാക ഉയർത്തിയത്. BJPക്കെതിരെ ശക്തമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ലവ് ജിഹാദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം തടയുന്ന നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ആപൽക്കരമായ അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി BJP ജയിച്ചാൽ ഈ രാജ്യത്ത് സർവനാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. അതിന് സാധ്യമാകുന്ന എല്ലാ നിലപാടുകളും CPIM സ്വീകരിക്കും. ഈ സന്ദർഭത്തിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ രാജ്യത്തെ BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമായതല്ല.
അതുകൊണ്ടാണ് BJPക്ക് ബദലായി കോൺഗ്രസ് അല്ല എന്ന് രാജ്യത്തിലെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം രാജസ്ഥാനിൽ പോയി ഒരു പ്രസംഗം ചെയ്തു. ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഇതേതെങ്കിലും RSSകാരൻ്റെ പ്രസംഗമല്ല, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണിത്. ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഇങ്ങനൊരു നിലപാട് നേരത്തെ കോൺഗ്രസ് എടുത്തിരുന്നെങ്കിൽ മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നു. ഗാനി സെയിൽ സിംഗിന് രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നു. AK ആന്റണിക്ക് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? ഗുലാം നബി ആസാദിന് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? ഈ അഹമ്മദിന് കേന്ദ്രത്തിൽ സഹമന്ത്രി കിട്ടിയല്ലോ, അതാകാൻ കഴിയുമായിരുന്നോ? ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം, അവർക്ക് ഭരണം വിട്ടുകൊടുക്കണം. ഇത് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇതേ സന്ദർഭത്തിൽ RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗവും ഒന്നിച്ചു വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരു കോൺഗ്രസ് വിമുക്ത ഇന്ത്യ RSS വിഭാവനം ചെയ്യുന്നില്ല. കോൺഗ്രസ് ഉള്ള സംസ്ഥാനത്താണ് BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത്. കോൺഗ്രസ് ശക്തമല്ലാത്ത സംസ്ഥാനത്ത് BJP വളരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് BJPക്ക് ഭരണത്തിൽ വരാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ 2 പാർട്ടി, ഒന്ന് BJPയും ഒന്ന് കോൺഗ്രസും. ഇതാണ് RSS തലവൻ സ്വീകരിച്ച നിലപാട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിന് വേണ്ടി നിൽക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ